ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനമെടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട്. പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഇന്നലെ അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി KPC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം രാഹുലൊരു പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക. പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷനായതുകൊണ്ട് തന്നെയാണ് KPC പ്രസിഡന്റ് അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റ് തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ച് വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനമെടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട്. പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. ഈ പുറത്തു വന്ന ഓരോ പരാതികളും തെളിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ മാലിന്യമായിരുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ MLA സ്ഥാനത്ത് പോലും തുടരുന്നത്